നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ കെ.പി. പിൻഡോ, ഗതസമന ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പ്, മസ്കറ്റ്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചില പ്രതികൂല അനുഭവങ്ങളിലൂടെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് അനുകൂലമായി നിന്നവർ, നമ്മെ സഹായിച്ചവർ, ഒരുപക്ഷെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും നമുക്കെതിരായി നിൽക്കുമ്പോൾ മാനസികമായി നമുക്ക് വളരെ ഭാരം തോന്നാം. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? അനേകര് നമുക്ക് എതിരഭിപ്രായത്തിൽ എതിരായി നമ്മോട് പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വേദന തോന്നാറുണ്ട്, ഭാരം തോന്നാറുണ്ട്. പലരും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, മാറ്റി നിർത്തുന്ന, നമ്മെ താഴ്ത്തിക്കെട്ടുന്ന പലവിധമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതേറെ ശ്രദ്ധേയമാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ഈ ഭാഗത്തു നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്ന ഒരു കാര്യം, ലോകത്തിൽ ആരെല്ലാം നമുക്ക് പ്രതികൂലമായി നിന്നാലും അതിൽ നാം യാതൊരു വിധത്തിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി: ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ യാതൊരു വിധത്തിലും നമുക്ക് ഭാരപ്പെടേണ്ട ഒരാവശ്യം വരുന്നില്ല. കാരണം ആരെതിർത്താലും സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും ധന്യമായി തീരത്തക്കവണ്ണം അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെടുവാനിടയായി തീരും. ഇനി മറുഭാഗം ചിന്തിച്ചാൽ, ലോകത്തിലെല്ലാവരും നമുക്ക് അനുകൂലമാണ്, പക്ഷേ ദൈവം നമുക്ക് പ്രതികൂലമാണെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ, ആരെല്ലാം അനുകൂലമായാലും അതുകൊണ്ടൊരിക്കലും നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാണ്? അത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കാണ് നമുക്ക് എതിര് നിൽക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് നമ്മെ എതിർക്കുവാൻ കഴിയുന്നത്? ആരെല്ലാം എതിർത്താലും, ആരെല്ലാം നമ്മളെ പള്ളു പറഞ്ഞാലും, ആരെല്ലാം നമ്മളെ ഉപദ്രവിച്ചാലും ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമായി തീരുകയാണ്. ഈ 2025 അവസാന മിനിറ്റിലേക്ക്, മണിക്കൂറിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക: കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ദൈവം നമുക്ക് അനുകൂലമായി നിന്നു. പലതുമായി പ്രതികൂലമായി നിന്നത്, എതിരായി നിന്നതിനെയെല്ലാം ദൈവം തട്ടി മാറ്റി, തുടച്ചു മാറ്റി, മാറ്റി നിർത്തി ദൈവം നമ്മെ ഇന്നയോളം വിജയം നമുക്ക് തന്നെങ്കിൽ, ഈ പുതിയൊരു മാസത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപ് ഇങ്ങനെ നമുക്ക് പറയാം: ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ആരെതിർത്താലും അവർക്ക് വിജയിപ്പാൻ സാധ്യമല്ല. ഈ പ്രഭാതത്തിൽ ഒരു ചിന്തയോടെ നമുക്ക് യാത്ര ചെയ്യാം: ദൈവം നമുക്ക് അനുകൂലമാണ്. ആരെല്ലാം എതിരായി വന്നോട്ട്, ആരെല്ലാം നമ്മെ എതിർത്തോട്ട്, ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിക്കോട്ട്, ആരെല്ലാം നമ്മളെ പരിഹസിച്ചോട്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ നോക്കുക: ദൈവം നമുക്ക് അനുകൂലമാണോ? ദൈവം നമ്മുടെ പക്ഷത്താണോ? ദൈവം നമ്മോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെടുവാനിടയായി തീരുമാകിയാൽ
ഈ ദിവസങ്ങൾ അതിനായി ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ. ആ വലിയ ഉറപ്പോടെ മുന്നോട്ട് യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.